ഈ അവധിക്കാലത്ത് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഹായ് മക്കളെ, ലെറ്റ്സ് ലേൺ ഉറുദു വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേവലം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക മാത്രമല്ല, ആ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വായനയുടെ ഗുണങ്ങളെക്കുറിച്ച് മിടുക്കരായ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി കൂടും, അതുപോലെ തന്നെ നമ്മുടെ ചിന്താശേഷി കൂടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വായനയിലൂടെ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യത്തെ പുസ്തകം പഞ്ചതന്ത്ര കഥകളാണ് കേട്ടോ. പഞ്ചതന്ത്ര കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറുപ്പം മുതൽ തന്നെ ഇതിലെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പറയട്ടെ. പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ സിംഹവും മുയലിൻ്റെയും കഥ. ഈ കഥകളെല്ലാം ഈ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇതിൽ കഥാപാത്രങ്ങൾ ആരാണ്? പക്ഷികളും മൃഗങ്ങളും ഒക്കെയാണ്. നിങ്ങൾക്കറിയാലോ അല്ലേ? കൊച്ചു കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ കഥാപാത്രങ്ങളായിട്ടുള്ള കഥകൾ. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും കാർട്ടൂണൊക്കെ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ കഥകൾ വെറുതെ വായിക്കുക മാത്രമല്ല കേട്ടോ. ഈ കഥകൾ വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്, ഒരുപാട് അറിവ് ലഭിക്കുന്നുണ്ട്, ഒരുപാട് മോറൽ വാല്യൂസ്, ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? കുറച്ചെണ്ണം പറയട്ടെ. സത്യസന്ധത, അതുപോലെ തന്നെ ക്ഷമ, അത്യാഗ്രഹം ആപത്താണെന്നുള്ളത്, എടുത്തുചാട്ടം ആപത്താണെന്നുള്ളത്, അതുപോലെ തന്നെ സമയബോധം നമുക്കില്ലാത്ത ഒന്നാണിപ്പോൾ അല്ലേ കൃത്യനിഷ്ഠ. അപ്പോൾ ആ സമയത്തിൻ്റെ ആ ഒരു ബോധം അല്ലെങ്കിൽ കൃത്യനിഷ്ഠയുടെ പ്രാധാന്യം എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സത്യസന്ധത ഞാൻ പറഞ്ഞല്ലോ അല്ലേ? അതുപോലെ തന്നെ ബുദ്ധി പ്രയോഗിക്കേണ്ടവിടെ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കഥകളിലൂടെയൊക്കെ പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും എന്ത് ചെയ്യും? ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അടുത്ത പുസ്തകം വിക്രമാദിത്യനും വേതാളവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് വിക്രമാദിത്യനും വേതാളവും. വിക്രമാദിത്യ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തിൻ്റെയും കഥ ഒരുപാട് പേടിയും ഒപ്പം തന്നെ ഒരുപാട് ജിജ്ഞാസയും ഒക്കെ ഉണ്ടാക്കുന്നൊരു പുസ്തകമാണ് കേട്ടോ. നല്ല കഥകളാണ് ഇതിലുള്ളത്. ഈ കഥകൾ വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് മോറൽ വാല്യൂസ് ഇതിലൂടെയും ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ നമ്മൾ പഞ്ചതന്ത്ര കഥകളിൽ പറഞ്ഞതുപോലെ തന്നെ സത്യസന്ധത, നീതി, അതുപോലെ തന്നെ ക്ഷമ, മൗനം പാലിക്കൽ, അഹങ്കാരം അഹങ്കാരം പാടില്ല എന്നുള്ള ആ അഹങ്കാരമില്ലായ്മയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദൃഢനിശ്ചയം, ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഏതറ്റം വരെയും പോകുന്ന ആ ഒരു സംഭവമാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത് അല്ലേ? നീതി, അതുപോലെ തന്നെ വാക്കുപാലിക്കൽ, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കണം, ആ വാക്കുപാലിക്കൽ, ധീരത, ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കഥ വായിക്കുന്നതിലൂടെ ലഭിക്കും. അപ്പോൾ ഈ കഥ നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട കഥയാണ്. വളരെ നല്ല കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വായിക്കുക. ഇനി അടുത്ത പുസ്തകമാണ് പാത്തുമ്മായുടെ ആട്. ബഷീറും പാത്തുമ്മായുടെ ആടും അത് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ പാത്തുമ്മായുടെ ആടിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയൂ? നമ്മൾ കുടുംബമായി ജീവിക്കുന്ന സമയത്ത്, കൂട്ടുകുടുംബമായി ജീവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന സ്നേഹബന്ധം, അതുപോലെ തന്നെ ചെറിയ ചെറിയ പിണക്കങ്ങൾ, തർക്കങ്ങൾ, ഇതെല്ലാം ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള സ്വാർത്ഥതയൊക്കെ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ബഷീർ വളരെ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ദയ, കാരുണ്യം, ഇങ്ങനെയുള്ള കുറേ മൂല്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നമ്മൾ സ്നേഹത്തോടുകൂടെയും അതുപോലെ തന്നെ ഐക്യത്തോടു കൂടിയും ഒക്കെ ജീവിക്കണമെന്നുള്ള ആ ഒരു ഗുണപാഠം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അമ്മമാരും സ്ത്രീകളും ഒക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല ഗുണങ്ങൾ ഉള്ള പച്ചയായ മനുഷ്യരുടെ ഗ്രാമീണ തനിമയുള്ള പുസ്തകമാണ് ബഷീറിൻ്റെ പാത്തുമ്മായുടെ ആട്. ഒപ്പം നമുക്ക് ഒരുപാട് പൊട്ടിച്ചിരിക്കാനും പറ്റും കേട്ടോ. കുറേ അനുഭവങ്ങളുണ്ട് ഇതിൽ. നമ്മുടെ ആടുണ്ടല്ലോ, ആടൊരു വില്ലനാണ് കേട്ടോ, ആടൊരു വില്ലത്തിയാണ്.
ആടിൻ്റെ കുസൃതികളും അവൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കുറേ ചിരിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ബഷീറിൻ്റെ അനിയന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചാൽ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കുറേ ചിരിക്കാം. അതിലൂടെ തന്നെ നമ്മുടെ കുറേ ടെൻഷൻസ് പോകും. ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ഒരു കാർട്ടൂൺ വായിക്കുന്നതിലൂടെ ലഭിക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് പാത്തുമ്മായുടെ ആട്. അടുത്ത പുസ്തകം ഏതാണെന്നറിയോ? ബീർബൽ കഥകൾ. കേട്ടിട്ടുണ്ടോ ബീർബലിനെ കുറിച്ച്? അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലുള്ള ആളായിരുന്നു അല്ലേ ബീർബൽ. അക്ബറും ബീർബലിൻ്റെയും കഥകൾ വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ ഈ കഥകൾ വായിക്കുന്നതിലൂടെ വെറും വിനോദം മാത്രമല്ല, ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും പറയുന്നുണ്ട് സത്യസന്ധതയുടെ പ്രാധാന്യം എന്താണ്, അതുപോലെ തന്നെ ആർത്തി ഇല്ലേ, ആർത്തി ഒഴിവാക്കുക എന്നുള്ള ആ ഒരു സംഭവം. നമുക്ക് എല്ലാത്തിലും ആർത്തിയാണ് അല്ലേ. ആ ആർത്തി കൊണ്ടുള്ള ദോഷങ്ങൾ, അല്ലെങ്കിൽ ആ ആർത്തി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ഒരു ഗുണപാഠം നമുക്കിതിലൂടെ ലഭിക്കും. ഒപ്പം തന്നെ ധൈര്യമാണ് നമുക്ക് വേണ്ടത് അല്ലേ. എല്ലാ കാര്യത്തിലും ധൈര്യം വേണം. അതുപോലെ തന്നെ മാതൃസ്നേഹം, അമ്മയോട് നമ്മൾ കൂടുതൽ സ്നേഹിക്കണം. അമ്മയുടെ സ്നേഹത്തിന് കണക്കുകളില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കഥ വായിക്കുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കുക. നമ്മുടെ ബുദ്ധിയെയും അതുപോലെ തന്നെ നീതിയെയും ഒക്കെ വളർത്താനും ഈ കഥകളൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പുസ്തകം ഏതാണെന്ന് നോക്കണ്ടേ? അടുത്ത പുസ്തകമാണ് ദി ആൽക്കെമിസ്റ്റ്. സാന്റിയാഗോ എന്ന ഇടയ ബാലൻ്റെ കഥ പറയുന്ന ദി ആൽക്കെമിസ്റ്റ്. അഥവാ ഈ പേരൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പൗലോ കൊയ്ലോ എന്നുള്ള പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മൾ കുഞ്ചാക്കോ ബോബൻ്റെ പൗലോ കൊയ്ലോ എന്നുള്ള ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ പറയുന്നൊരു പ്രശസ്തമായ ഡയലോഗുണ്ട്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു തത്വം ഈ കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. തത്വമല്ല കേട്ടോ, ശരിക്കും അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രപഞ്ചം എന്ത് ചെയ്യും? പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ അത് നേടിത്തരാനായി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ യാത്രകൾ നടത്തുന്നവരാണ് അല്ലേ. ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് പോയിട്ട് അടുത്ത ഭാഗത്ത് എത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലേ? നോക്കൂ, നിങ്ങൾക്കിപ്പോൾ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് വണ്ടിയിൽ കയറിയിരിക്കുന്നു. പിന്നെ കൊടൈക്കനാൽ ഇറങ്ങുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവിടെ കിടന്ന് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഉറങ്ങുന്നു, മൊബൈൽ നോക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. ആ യാത്ര നിങ്ങൾ ശരിക്കും ആസ്വദിക്കാറുണ്ടോ? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ വഴിയിൽ യാത്രയിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മളൊന്നും ചെയ്യുന്നില്ല അതൊന്നും. അപ്പോൾ യാത്രയുടെ പ്രാധാന്യം എന്താണ്? ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതല്ല, ആ ചെയ്യുന്ന യാത്രയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ പേടി, എല്ലാ കാര്യത്തിലുമുള്ള ആ ഒരു പേടിയെ അതിജീവിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു പ്രധാന കാര്യം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ പോകുന്ന സമയത്ത് അതിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ആ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്യണം. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോരോ ലക്ഷ്യങ്ങളുണ്ടാവും. അത് നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും ഉണ്ടാവും. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഹൃദയം പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിന് പിന്നാലെ, ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നമ്മൾ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. എന്നിട്ട് അത് ഭയമില്ലാതെ ധൈര്യത്തോടുകൂടെ, ആ ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മുടെ ആഗ്രഹത്തിനെ നമ്മൾ സഫലീകരിക്കണം. അപ്പോൾ വളരെയധികം ഗുണമുള്ള ഒരു കഥയാണിത് കേട്ടോ. ഇപ്പോൾ 10ാം ക്ലാസ്സിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടണം എന്നുള്ളവരുണ്ടാകും. അപ്പോൾ ഫുൾ A+ കിട്ടണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിന് പിന്നാലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ കാര്യം നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ധൈര്യപൂർവ്വം എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് ഇറങ്ങണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് പ്രചോദനം ലഭിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ സീക്രട്ട് എന്നുള്ള പുസ്തകം. ഇത് നമ്മളെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ. നമ്മുടെ മനസ്സിലെല്ലാം ഒരുപാട് ചിന്തകളുണ്ടാവും. നെഗറ്റീവ് ചിന്തകളുണ്ടാവും, പോസിറ്റീവ് ചിന്തകളുണ്ടാവും.
മിക്കവാറും കൂടുതലായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ചിന്തകൾ നെഗറ്റീവ് തോട്ട്സാണ്. അഥവാ ഞാനിപ്പോൾ പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണമെന്ന് അല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിൽ അപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് വരും, എനിക്കൊക്കെ അതിൽ കിട്ടുമോ അല്ലേ, എനിക്ക് 10 A+ കിട്ടാനൊക്കെ ഞാൻ അത്രത്തോളം പഠിക്കുന്ന കുട്ടിയാണോ, നമ്മൾ അപ്പം തന്നെ അവിടെ നെഗറ്റീവ് അടിച്ചു. അപ്പോൾ ആ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നെഗറ്റീവ് തന്നെ വരുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, പോസിറ്റീവ് ചിന്തയായിട്ട് എനിക്ക് കിട്ടും അല്ലേ, 10ാം ക്ലാസ്സിൽ A+ കിട്ടുമോ, എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യണം, എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ആ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, പോസിറ്റീവ് മനോഭാവം, ആ മനോഭാവത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ചിന്തകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എനിക്കൊരു ബിരിയാണി കഴിക്കണം എന്നുള്ളത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു ബിരിയാണി കഴിക്കണം എന്ന്. ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കുറച്ച് വൈകിയാലും എന്ത് ചെയ്യാം, നമുക്ക് തീർച്ചയായും ആ ബിരിയാണി കഴിക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കും. അപ്പം തന്നെ നമ്മൾ ചിന്തിക്കുകയാണ് ബിരിയാണി കഴിക്കണം, എനിക്കൊന്നും ബിരിയാണി കിട്ടില്ല എന്നുള്ള ചിന്തയാണെങ്കിൽ തീർച്ചയായും ബിരിയാണി കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആദ്യം പോസിറ്റീവായി ചിന്തിക്കണം. ആ പോസിറ്റീവായി ചിന്തിച്ച് നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടെ പ്രവർത്തിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പറയുന്ന ആകർഷണ നിയമം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഓരോ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറയണം. ഓക്കെ, എല്ലാത്തിനും നന്ദി പറയണം. ഇന്നിപ്പോൾ നമുക്കൊരു നല്ലൊരു ഫുഡ് വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്ന അമ്മയുണ്ടല്ലോ അല്ലേ, അമ്മ ഇന്ന് ജീവനോടെ ഉണ്ട്, അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണ്ടേ? തീർച്ചയായും പറയണം. കാരണം എത്രയോ അമ്മമാരില്ലാത്ത മക്കളുണ്ടാവും, അത് വാങ്ങിത്തരാനായിട്ട് നിങ്ങളുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അച്ഛൻ ഉണ്ടായതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്ദി പറയണം അല്ലേ. നിങ്ങൾക്ക് സ്വന്തമായി കഴിക്കാൻ കൈകളുണ്ട്, ആ കൈകളുണ്ടായതിൽ നിങ്ങൾ നന്ദി പറയണം. നമുക്ക് പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിലോ വല്ലതും നല്ല ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ നിമിഷം വേദനയില്ലാതെ നിങ്ങൾക്കിരിക്കാൻ പറ്റിയതിൽ നിങ്ങൾ നന്ദി പറയണം. അപ്പോൾ അങ്ങനെ ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു പുസ്തകമാണ് കേട്ടോ. ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും ഇത് മനസ്സിലാവില്ല, പക്ഷേ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിക്കുക. നിങ്ങളുടെ ഭാവിയിൽ ഇത് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കും. ഇനി കുറച്ച് ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു +1 +2 കോളേജ് ലെവലുള്ള പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്നുള്ള ഈ ഒരു പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്നറിയോ? സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമ്പത്തിക സാക്ഷരത, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ലഭിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളിത് വായിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നന്നായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിറയെ പണത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ആ പണത്തിൻ്റെ ആവശ്യമുണ്ട്. ആ പണത്തിന് വേണ്ടി ഒരുപാട് പേര് കഠിനാധ്വാനം ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്? പണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിന് പകരം പണത്തെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പണിയെടുപ്പിക്കണം എന്നുള്ള ആ ഒരു രീതിയാണ് ഇതിലൂടെ പറയുന്നത്. അഥവാ നമ്മൾ പണം ഉണ്ടാക്കാനായിട്ട് എനിക്കിപ്പോൾ 500 രൂപ കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് പണിയെടുത്തു, എനിക്ക് 500 രൂപ കിട്ടി. ആ 500 രൂപ ഞാൻ എടുത്ത് അലമാരയിൽ കൊണ്ടുപോയി വെച്ചു. ഇതിലൂടെ പണം പെരുകുന്നുണ്ടോ? ഇല്ല അല്ലേ. അതേസമയം ഈ 500 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, പുതിയ എനിക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ വാങ്ങി, അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, ഇപ്പോൾ സൈക്കിളൊക്കെ വാങ്ങുക എന്ന് വിചാരിക്കുക. 500 രൂപയ്ക്ക് സൈക്കിൾ കിട്ടില്ല, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5000 രൂപയുള്ള എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ സൈക്കിൾ വാങ്ങി, ആ സൈക്കിൾ ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണ്. വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴും സൈക്കിൾ ഇല്ലാത്ത മക്കളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു മണിക്കൂറിന് 10 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഈ സൈക്കിൾ വെച്ച് എനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ് വാങ്ങുക എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി കോളേജ് ലെവലുള്ള പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകമൊക്കെ വായിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഇത് ഒരുപാട് സ്വാധീനം ചെലുത്തും. അപ്പോൾ
ഈ പറഞ്ഞ പുസ്തകങ്ങൾ, ഈ 7 പുസ്തകങ്ങളും നിങ്ങളെല്ലാവരും മസ്റ്റായും വായിക്കുക. വായിച്ച് നമ്മുടെ അവധിക്കാലം എൻജോയ് ചെയ്യുക. ഒപ്പം തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നല്ല മനുഷ്യരായി നല്ലൊരു തലമുറയായി ജീവിക്കാനും നമുക്കിതിലൂടെ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.